നമ്മുടെ നാട്ടിൽ നടന്നൊരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതേ വർഷം തന്നെ ഒരു സിനിമ അനൗൺസ് ചെയ്തു. സംവിധാനം ജൂഡ് ആന്റണി ജോസഫ്, നായകനായി വരുന്നത് ടോവിനോ. ശേഷം പിന്നീട് ഒരിക്കൽ പടത്തിലെ നായകൻ ടോവിനോയും നായിക തൻവി റാമും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്റ്റില്ലും പുറത്തിറങ്ങിയിരുന്നു. ദാറ്റ്സ് ഇറ്റ്, അതോടെ കഴിഞ്ഞു. പിന്നെ ആ പടത്തെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ല. അതിന്റെ ഒരു പ്രധാന കാരണം കോവിഡ് വന്നത് തന്നെയാണ്. ആൻഡ് ഈ സിനിമയുടെ കാര്യം ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് ഇതേ സംവിധായകന്റെ മറ്റൊരു ചിത്രം പുറത്തിറങ്ങി, സാറാസ്. അപ്പോൾ ആ പടത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂലായിരുന്നു എന്ന് തോന്നുന്നു. അവതാരിക ഇതിന്റെ സംവിധായകനോട് ചോദിക്കുന്നുണ്ട്, ഈ പടം എന്തായി, ഇതിന്റെ അപ്ഡേറ്റ് എന്താണെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, അതിന്റെ കുറെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ആ ഒരു മെയിൻ എലമെന്റ് ആണ്, അതായത് ആ മഴയത്തും വെള്ളപ്പൊക്കത്തിലും ഒക്കെയുള്ള ആ ഒരു പരിപാടികൾ. അപ്പൊ അതെപ്പോ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഞങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട്, അത് ആ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അങ്ങ് ചെയ്യും എന്നൊരു ക്രിപ്റ്റിക് ആൻസർ ആയിരുന്നു പുള്ളി അന്ന് കൊടുത്തിരുന്നത്. അത് കേട്ടപ്പോൾ ഈ മഹാഭാവി മറ്റൊരു വെള്ളപ്പൊക്കം വരാൻ വേണ്ടി ഹോമം നടത്തുകയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിരുന്നു. എനിവേസ് അങ്ങനെ ഒടുക്കം 2023 കോവിഡ് മൂലം മുടങ്ങിപ്പോയിരുന്ന യാതൊരു അഡ്രസ്സും ഇല്ലാതിരുന്ന ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നു. ആൻഡ് പടത്തിൽ ടോവിനോ മാത്രമല്ല ഉള്ളത്, കോവിഡിന് തൊട്ടു മുൻപുള്ള കാലത്ത് മലയാളത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. യുവതാരങ്ങളിൽ ഒരുപാട് പേരെ ഒരുമിച്ച് നിർത്തിയുള്ള സിനിമകൾ, വൈറസും ടേക്ക് ഓഫും ഒക്കെയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ. അപ്പൊ അതുപോലെ ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റ് ആണ് ഈ സിനിമയിലും ഉള്ളത്. ഇങ്ങനെയുള്ള പടങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത രണ്ട് മുഖങ്ങളാണ് ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും. അവരിവിടെയും ഉണ്ട്. ഒടുക്കം പടം ഇറങ്ങി. പടത്തെക്കുറിച്ച് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പറയാനുള്ളത് ഈ സിനിമ കൈവരിച്ച ആ ഒരു ജൈജാന്റിക് ബോക്സ് ഓഫീസ് വിജയത്തെക്കുറിച്ചാണ്. ഈ സിനിമ ഒരു വിജയ ചിത്രമാവുമെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇതിന്റെ സംവിധായകൻ ഒരു മിനിമം ഗ്യാരണ്ടി ആളാണ്. ആൾ അതുവരെ ഒരു സബ്സ്റ്റാൻഡേർഡ് സിനിമ ചെയ്തിരുന്നില്ല. ഇനി രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, മലയാളികൾ ഒന്നുകിൽ നേരിട്ട് സ്വന്തം ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് മനസ്സുകൊണ്ടോ തങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലും ജാതിമത ഭേദമന്യേ ഒരുമിച്ച് ഒരു മഹാമാരിയെ നേരിട്ട ആ ഒരു സംഭവം, അതിന്റെ ഒരു സിനിമാറ്റിക് റെപ്രസെന്റേഷൻ കാണാൻ മലയാളികൾക്ക് താല്പര്യമുണ്ടാവും. സോ ഒരു വട്ടമെങ്കിലും ആളുകൾ ഈ സിനിമ കയറി കാണും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒടുക്കം സിനിമ ഓടി 7 വർഷത്തോളം ആരും തൊടാതെ വെച്ചിരുന്ന പുലിമുരുകന്റെ ആ ഒരു വേൾഡ് വൈഡ് റെക്കോർഡും കടത്തി. ഇനി അതിനേക്കാൾ ദുസ്സഹമായ ഒരു സംഗതിയായിരുന്നു കേരള ടെറിട്ടറിയിൽ അതിന്റെ കളക്ഷൻ മറികടക്കുക എന്നുള്ളത്. അതും ഭേദിച്ച് ഒടുക്കം ഈ സിനിമ നമ്പർ 1 പൊസിഷനിൽ പോയിരുന്നു. ഞാൻ ഈ അടുത്ത് ടോപ്പ് 500 crore മൂവീസ് എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ തുടക്കത്തിൽ ഈ ക്ലബ്ബ് തുടങ്ങിയ ആള് പുലിമുരുകനാണ്, സോ അതിനെ നമുക്കൊന്ന് ബഹുമാനിക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് 2018 എന്ന ചിത്രത്തെയും. കാരണം 2024-25 ഒക്കെ ആകുമ്പോഴേക്ക് പടങ്ങൾ 100 കോടിയും 200 കോടിയും ഒക്കെ ചുമ്മാ അതങ്ങ് അടിച്ചു പോവുകയാണ്. പക്ഷെ അതിനൊക്കെ മുൻപ് ആരും തൊടില്ല എന്ന് കരുതിയ മുരുകന്റെ റെക്കോർഡ് തീർത്തൊരു പടം എന്ന നിലക്ക് ഇതും ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു ആ കമന്റ്. ആൻഡ് ഐ ഫീൽ ദാറ്റ്സ് ട്രൂ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ ആ സിനിമയെക്കുറിച്ചല്ല, മറിച്ച് അത് ഇത്രയും വലിയൊരു വിജയമാവുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.